കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിലെ ഇന്ധനം ഒഴുകി പരക്കുന്നത് തടയാൻ ശ്രമം തുടരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വിവരങ്ങളുമായി ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, എങ്ങനെയാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലെ ഈ ദൗത്യം? ധന്യ, അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിൽ നിന്നുള്ള എണ്ണ വലിയ തോതിൽ തന്നെ കടലിൽ പരന്നിട്ടുണ്ട്. ഇത് തീരത്തേക്ക് എത്താതിരിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ തീരസംരക്ഷണ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 3 കപ്പലുകളും ഒപ്പം തന്നെ ഒരു ഡ്രോണിയർ വിമാനവും ഉപയോഗിച്ചാണ് ഈ എണ്ണ തീരത്തേക്ക് എത്തുന്നത് തടയുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നത്. സമുദ്രപ്രഹരി എന്ന ഒരു കപ്പൽ കൂടി ഇന്നലെ മുംബൈയിൽ നിന്ന് ഈ ഭാഗത്തേക്ക് പുറപ്പെട്ടു. ഇന്ന് ഉച്ചയോടുകൂടി ആ കപ്പൽ അവിടെ എത്തി. ആ കപ്പൽ കൂടി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇന്ന് 2 മണിവരെ അല്പം പോലും എണ്ണ തീരത്തേക്ക് എത്തിയിട്ടില്ല എന്നിപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു അറിയിപ്പ് അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കയ്ക്ക് വഴിയില്ല. എന്തായാലും കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണപ്പാളികൾ ഡ്രോണിയർ വിമാനം ഉപയോഗിച്ച് മുകളിൽ നിന്ന് ഒരു പ്രത്യേകതരം പൊടി വിതറി അതിനെ നിർവീര്യമാക്കാനുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയാണ്. ഒപ്പം തന്നെ 200ഓളം കണ്ടെയ്നറുകളും കടലിൽ ഒഴുകി നടക്കുകയാണ്. അതുകൂടി തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു രക്ഷാപ്രവർത്തനം കൂടി നടക്കുന്നത്. എന്തായാലും ഈ ഒരു പരിശ്രമം ഇപ്പോഴും തുടരുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ശരി, ഷുക്കൂർ.